കുളത്തുപുഴ അരിപ്പ സമരഭൂമിയിലെ കൂറ്റൻ റബ്ബർ മരമാണ് കഴിഞ്ഞ ദിവസം കുടിലിനു മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. ഭാരതിപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് പൂർണ്ണമായും തകർന്നത്. കുടിലിൽ താമസിച്ചിരുന്ന രാധാമണി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 മണിയോടെയായിരുന്നു സംഭവം. ഉറങ്ങാൻ കിടന്നപ്പോഴാണ് രാധാമണിയുടെ കുടിലിനു മുകളിലേക്ക് റബ്ബർ മരം ഒടിഞ്ഞു വീണത്. വീട്ടിലെ അലമാരയാണ് രാധാമണിക്ക് രക്ഷയായത്. സംഭവം അപ്പോഴത്തേന് കയറി കിടന്ന് അങ്ങനെ സൗണ്ട് കേട്ടും കൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞു. ഒരലമാര ഇരുന്നതുകൊണ്ട് ജീവൻ രക്ഷിച്ചിങ്ങനെ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും ഒക്കാതെ വന്നു പോയി. ഇത്രയും കാലമായി 10-15 വർഷം ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇനി ഒരു മാടം ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാത്തതാണ് ഞാൻ എന്ത് വേണമെന്നുള്ള ഇതിൽ നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആരെന്നെ ഒരു സഹായം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് ഇങ്ങനെ നിൽക്കുക. ഞാനിനിയും അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇനി എനിക്കൊരു മാടം ഉണ്ടാക്കാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തതാണ് ഈ ഒരു മാടം. ഒരു കുടിക്ക് അവർ കിണറും എല്ലാം ഞാൻ ഒപ്പിച്ചതാണ്. പക്ഷേ എല്ലാം എനിക്ക് നശിച്ച്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അരിപ്പ സമരഭൂമിയിൽ താമസിച്ചവർക്ക് പട്ടയം ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ താമസം നേരിടുന്നുണ്ട്. അരിപ്പ ഭൂമിയിലെ വലിയ മരങ്ങളെല്ലാം ഏതാണ്ട് അടിവശം ദ്രവിച്ച അവസ്ഥയിലാണ്. മഴക്കാലമെത്തുന്നതോടെ കൂടുതൽ മരങ്ങൾ കുടിലിനു മുകളിലേക്ക് വീണ് മരണം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നടപടിയുണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഈ സമരഭൂമിക്കകത്ത് നിൽക്കുന്ന മരങ്ങൾ മൊത്തം അടികൊണ്ട് കംപ്ലീറ്റ് പോയി. എല്ലാം ഉണങ്ങി നിൽക്കുക മരങ്ങൾ. ഈ അടുത്ത കാറ്റത്തും മഴയത്തും എങ്ങനെയാണെങ്കിലും ഷെഡിൻ്റെ മണ്ടയ്ക്ക് വീണ് ആൾക്കാർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടി മാറ്റി ഇവിടുന്ന് മാറ്റണമെന്നുള്ളത് താല്പര്യപ്പെടുന്നു. മരങ്ങളെല്ലാം കയറെ കെട്ടി നിർത്തിയിരിക്കുക. മിക്ക മരങ്ങളും കയറെ വള്ളത്തെ കെട്ടി നിർത്തിയിരിക്കുക മരങ്ങളെല്ലാം. എൻ്റെ പിന്നിലായിട്ട് കാണാം ഒരു ഷെഡിൻ്റെ മണ്ടയിലൂടെ ഇന്നലെ രാത്രിയിൽ മരം ഒടിഞ്ഞു വീണു. അതിനകത്ത് ആളുണ്ടായിരുന്നു. രാധാമണി എന്ന് പറയുന്ന സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ കോഴിക്കൂട്ടിനകത്ത് കോഴി ഉണ്ടായിരുന്നു. അവരുടെ റൂമിനകത്തിരുന്ന അലമാരയുടെ മണ്ടയിൽ ഈ റബ്ബർ മരത്തിൻ്റെ ശിഖരങ്ങൾ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവിടെ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ മരം മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപടി മണ്ണ് കിട്ടിയപ്പോഴും സമാധാനമായിട്ട് കടന്നുറങ്ങാൻ സമരഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഈ മരം നിൽക്കുന്ന നമ്മുടെ പുറയിൽ നിൽക്കുന്ന മരം ഒരു ജീവനേലും ഇവിടെ അപകരിച്ചു പോകും. അതിനായിട്ട് സർവ്വദൈവത്തെയും വിളിച്ചാണ് നമ്മളിവിടെ കിടക്കുന്നത്. പ്രായമുള്ള അമ്മമാരും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും ഇവിടെ ജീവനെ ഭയന്നാണ് കിടക്കുന്നത്. ഈ മരം മുറിക്കാൻ സമ്മതിക്കാത്തതിനാൽ നമ്മളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി തരാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കാം. വർഷങ്ങളായി സമരപോരാട്ടം നടത്തി നേടിയ ഭൂമിയാണിത്. എന്നാൽ ജീവന് ഭീഷണിയായി വൻ മരങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം മണ്ണിൽ സമാധാനമായി ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ.